ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മോരുകറി നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളാണ് ഇത്. തൈര് ഒരു ബൗളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഉടച്ചുകൊണ്ട് വരണം. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തേങ്ങായ, ഇത്രയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ജീരകം, ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ടു. ഇത് ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ 2 സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കിന് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും ഇത്. അങ്ങനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പം ഇത്രയും തൈരും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു, ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഇവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. തീ തീരെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ മോര് തിളച്ച് പോയാൽ അതിന് രുചി കിട്ടത്തില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ തവിയെ ആവി പറക്കുന്ന സമയമാകുമ്പം മോര് തിളച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മോര് ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ തീ നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകും ഉലുവയും ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ബാക്കി സാധനം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുളകും ഉള്ളിയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവപ്പൊടി. ഉലുവ നമ്മൾ മുഴുവനെ വറുത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉലുവ കുറച്ചിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മോരുകറിക്കകത്ത് ഉപ്പ് ലാസ്റ്റിലേ എടുത്തുള്ളത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. താളിച്ചിൽ അപ്പം നമ്മുടെ രുചികരമായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് നോക്കണം. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല രുചികരമായ ഒരു മോരുകറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.